بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. വചനം 1. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ലാ തത്തഖിദു, നിങ്ങൾ ആക്കരുത്, അദുവി, എന്റെ ശത്രുവെ, വ അദുവക്കും, നിങ്ങളുടെ ശത്രുവും, ഔലിയാ, മിത്രങ്ങൾ, ബന്ധുക്കൾ, കാര്യകർത്താക്കൾ, തുൽഖൂന, നിങ്ങൾ ഇട്ടുകൊണ്ട്, ഇലൈഹിം, അവരോട്, അവരിലേക്ക്, ബിൽ മവദ്ദതി, സ്നേഹബന്ധം, താൽപര്യം, വഖദ് കഫറു, അവർ അവിശ്വസിച്ചിട്ടുമുണ്ട്, അവിശ്വസിച്ചിരിക്കെ, ബിമാ ജാഅക്കും, നിങ്ങൾക്ക് വന്നെത്തിയതിൽ, മിനൽ ഹഖ്, യഥാർത്ഥമായിട്ട്, സത്യത്തിൽ നിന്ന്, യുഖ്രിജൂന, അവർ പുറത്താക്കുന്നു, ബഹിഷ്കരിക്കുന്നു, അർ റസൂല, റസൂലിനെ, വ ഇയ്യാക്കും, നിങ്ങളെയും, അൻ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ, ബില്ലാഹി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിൽ, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഖറജ്തും, പുറപ്പെട്ടിരിക്കുന്നു എങ്കിൽ, ജിഹാദൻ, സമരത്തിന്, ഫീ സബീലി, എന്റെ മാർഗത്തിൽ, വബ്തിഗാഅ, തേടുന്നതിനും അന്വേഷിക്കുന്നതിനും, മർദാതി, എന്റെ പ്രീതി, പൊരുത്തം, തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കുന്നു, ഇലൈഹിം, അവരോടും, അവരിലേക്ക്, ബിൽ മവദ്ദതി, സ്നേഹബന്ധത്തെ, വ അന അഅലമു, ഞാൻ ഏറ്റവും അറിയുന്നവനാണ്, നല്ലവണ്ണം അറിയുന്നവനാണ്, ബിമ അഖ്ഫൈതും, നിങ്ങൾ മറച്ചുവെച്ചതിനെപ്പറ്റി, ഒളിച്ചുവെച്ചതിനെപ്പറ്റി, വമാ അഅലൻതും, നിങ്ങൾ പരസ്യമാക്കിയതിനെയും, വമൻ യഫ്അൽഹു, ആരെങ്കിലും അത് ചെയ്യുന്നതായാൽ, വല്ലവനും അത് ചെയ്യുന്നതായാൽ, മിൻകും, നിങ്ങളിൽ നിന്ന്, ഫഖദ് ضل, എന്നാൽ തീർച്ചയായും അവൻ പിഴച്ചു, തെറ്റി, സവാ അസ്സബീൽ, നേരായ വഴി, ശരിയായ മാർഗം. വിശ്വസിച്ചവരെ, എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമായവരോട് സ്നേഹബന്ധം കാട്ടിക്കൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കരുത്. നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുകയാണെന്നിരിക്കെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിനാൽ റസൂലിനെയും നിങ്ങളെയും അവർ നാട്ടിൽ നിന്നും പുറത്താക്കുന്നു. നിങ്ങൾ എന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനും എന്റെ പ്രീതി തേടുന്നതിനും പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അവരോട് സ്നേഹബന്ധം രഹസ്യമായി നടത്തുന്നു. ഞാനാകട്ടെ നിങ്ങൾ മറച്ചുവെച്ചതും നിങ്ങൾ പരസ്യമാക്കിയതും നല്ലവണ്ണം അറിയുന്നവനുമാണ്. എന്നിട്ടും നിങ്ങളിൽ നിന്നും ആരെങ്കിലും അത് ചെയ്യുന്നതായാൽ തീർച്ചയായും അവൻ നേരായ മാർഗം തെറ്റി പിഴച്ചുപോയി. إن يثقفوكم يكونوا لكم أعداء
ويبسطوا إليكم أيديهم وألسنتهم بالسوء وودوا لو تكفرون. വചനം 2. ഈയസ്ഖഫൂക്കും, അവർക്ക് നിങ്ങളെ പിടികിട്ടിയാൽ, നിങ്ങളെ കണ്ടെത്തിയാൽ, യകൂനൂലക്കും, അവൻ നിങ്ങൾക്ക് ആയിത്തീരും, അഅദാഅൻ, ശത്രുക്കൾ, വയബ്സുതു, അവർ നീട്ടുകയും ചെയ്യും, വിരുത്തുകയും ചെയ്യും, ഇലൈക്കും, നിങ്ങളുടെ നേരെ, നിങ്ങളിലേക്ക്, ഐദിയഹും, അവരുടെ കൈകളെ, വഅൽസിനതഹും, അവരുടെ നാവുകളെയും, ബിസ്സൂഇ, തിന്മയും കൊണ്ട്, തീയതുമായി, വവദ്ദു, അവർ ആഗ്രഹിക്കുകയും ചെയ്തു, മോഹിച്ചു, കൊതിക്കുന്നു, ലൗ തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്ന്. നിങ്ങളെ അവർക്കു പിടികിട്ടുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുകയും നിങ്ങളുടെ നേരെ തിന്മയുമായി അവർ അവരുടെ കൈകളും നാവുകളും നീട്ടുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്നാം വചനത്തിന്റെ വിശദീകരണം. ഈ വചനത്തിന്റെ താൽപ്പര്യവും ഇത് അവതരിപ്പിച്ച സന്ദർഭവും ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള തുടങ്ങിയ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാം. അതിന്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ യാത്രക്ക് ഒരുങ്ങിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഹാത്തിബ് എന്നു പേരുള്ള ഒരു സഹാബി മക്കയിലേക്ക് പോകുന്ന ഒരു സ്ത്രീവശം ഒരു സ്വകാര്യ കത്ത് ഖുറൈശികൾക്ക് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് വരുന്നുണ്ട്, സൂക്ഷിക്കണം എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വഹി മൂലം അറിവായി. തിരുമേനി വേഗം അലി റളിയല്ലാഹു അൻഹു മുതലായ ചിലരെ വിളിച്ച് ആ സ്ത്രീ റൗളത്ത് ഖാഖ് അഥവാ ഖാഖ് എന്ന തോട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നും സ്ത്രീയുടെ പക്കൽ നിന്ന് ആ എഴുത്തു വാങ്ങി വരണമെന്നും കൽപ്പിച്ചയച്ചു. അവൾ ആദ്യം കത്ത് നിഷേധിച്ചുവെങ്കിലും അലി റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്റെ മുടിക്കെട്ടിൽ നിന്ന് കത്തെടുത്തു കൊടുത്തു. കത്തു കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കാരണം ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: റസൂലേ, ഞാൻ ഇസ്ലാമിൽ വന്ന ശേഷം അവിശ്വാസിയായിട്ടില്ല. അവിടുത്തെ ഗുണകാംക്ഷിയായതിനു ശേഷം അവിടുത്തെ വഞ്ചിച്ചിട്ടുമില്ല. ഖുറൈശികളെ വിട്ടുപോന്ന ശേഷം അവരെ സ്നേഹിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഖുറൈശികളിൽപ്പെട്ടതല്ലെങ്കിലും അവരുമായി കെട്ടുപാടുള്ളവനാണ്. തിരുമേനിയുടെ കൂടെയുള്ള എല്ലാ മുഹാജിറുകൾക്കും തന്നെ നാം അവിടെ ചെന്നു ഖുറൈശികളുമായി ഏറ്റുമുട്ടുന്ന പക്ഷം അവരുടെ വകയായി അവിടെയുള്ള കുടുംബങ്ങളെയും സ്വത്തുക്കളെയും കാത്തുരക്ഷിക്കുവാനുള്ള ബന്ധുക്കൾ അവർക്ക് അവിടെയുണ്ട്. എനിക്ക് അതില്ല. എനിക്ക് ഖുറൈശികളുമായി കുടുംബബന്ധമില്ലാത്ത സ്ഥിതിക്ക് അവിടെയുള്ള എന്റെ കുടുംബത്തെ കാക്കുമാർ ഒരു സഹായഹസ്തം അവർക്ക് നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചു. അത്രമാത്രം. അല്ലാതെ അവിശ്വാസമോ ഇസ്ലാമിൽ നിന്നുള്ള വ്യതിയാനമോ നിമിത്തം ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ ഒഴിവുകഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്നെ വിട്ടേക്കൂ, ഈ കപടവിശ്വാസിയുടെ കഴുത്ത് ഞാൻ വെട്ടിക്കളയാം. തിരുമേനി, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. താങ്കൾക്ക് എന്തറിയാം? ബദറിൽ സംബന്ധിച്ചവരോട് ഒരുപക്ഷെ അള്ളാഹു പറഞ്ഞിരിക്കാം, നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്തേക്കുക, ഞാൻ പൊറുക്കും എന്ന്. ഇതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കി എന്നും ഈ ആയത്ത് ഈ വിഷയത്തിലാണ് അവതരിച്ചതെന്നും ബുഖാരിയുടെ ചില റിവായത്തുകളിലുണ്ട്. ദുരുദ്ദേശം കൊണ്ടോ വഞ്ചന നിമിത്തമോ അല്ല ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്തതെന്നും തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കുവേണ്ടി ദീർഘദൃഷ്ടിയില്ലാതെ അബദ്ധം പ്രവർത്തിച്ചതാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം ഒരു മുഹാജിറും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുമാണ്. മനുഷ്യസഹജമായ ദൗർബല്യം പ്രവാചകന്മാരല്ലാത്ത മനുഷ്യരിലെല്ലാം അനുഭവപ്പെട്ടേക്കും. അങ്ങനെ ഒരു അബദ്ധം പിണഞ്ഞുപോയെങ്കിലും പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക മനസ്ഥിതി തികച്ചും വെളിവാക്കുന്നുണ്ട്. എന്തെങ്കിലും ദുർന്യായങ്ങൾ പറഞ്ഞ് തെറ്റ് ലഘൂകരിക്കാൻ അദ്ദേഹം മുതിർന്നില്ല. ഇത് സ്വഹാബികളുടെ മാതൃകാപരമായ ഒരു സ്വഭാവമത്രേ. ഈ വചനം അവതരിച്ച സന്ദർഭം ഏതായിരുന്നാലും ശരി, അതിലടങ്ങിയ കാര്യം എല്ലാ സന്ദർഭങ്ങൾക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ആ നിലക്കാണ് ശത്രുക്കളുമായി മുസ്ലിങ്ങൾ സ്നേഹബന്ധവും സ്വകാര്യ കൂട്ടുകെട്ടും സ്ഥാപിക്കുന്നത് വമ്പിച്ച തെറ്റാണെന്നും മേലിൽ ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവൻ ദുർമാർഗിയാണെന്നും അള്ളാഹു ഗൗരവപൂർവം താക്കീത് ചെയ്യുന്നതും. ഈ നിരോധനത്തിന് അള്ളാഹു എടുത്തു കാണിച്ച കാരണങ്ങൾ പരിശോധിച്ചാൽ ഓരോന്നും
അതിനു മതിയായ കാരണമാണെന്ന് വ്യക്തമാണ്. 2-ാം വചനത്തിന്റെ വിശദീകരണം. കൈയും നാവും നീട്ടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദേഹോപദ്രവവും അക്രമവും നടത്തുകയും ചീത്തയും ശകാരവും പൊഴിക്കുകയും ചെയ്യും എന്നാകുന്നു.